ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരത് തോമസ്. നമ്മളിന്ന് വന്നു ചേർന്നിരിക്കുന്നത് തിരുവണ്ണാമല ശ്രീ അരുണാചലേശ്വര സന്നിധിയിലാണ്. ഈ ഒരു ക്ഷേത്രത്തിന് വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈലാസത്തിലെ ശിവന് അവിടെ കുടികൊള്ളുന്നെങ്കിൽ ഇവിടെ ഒരു മല അരുണാചലമായിട്ട് തന്നെയാണ് ഭഗവാൻ ഇവിടെ. നമ്മൾ മലയെ തന്നെ ഭഗവാനായിട്ട് സങ്കല്പിച്ചുള്ളൊരു ക്ഷേത്രമാണിത്. ഇവിടെ വളരെയധികം പ്രത്യേകതകളുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പുറകെ തന്നെ കാണാം. ഇവിടുത്തെ കാഴ്ചകളും കണ്ടുവരാം. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിലാണ് അരുണാചലേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും വലിയ മതിൽക്കെട്ടും അതിന് മുകളിൽ നന്ദി പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിലൊന്ന് തിരുവണ്ണാമല ഡിസ്ട്രിക്റ്റിലുള്ള ഈ തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റേതാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള രാജഗോപുരം എന്നറിയപ്പെടുന്ന ഗോപുരമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം. ഈ കാണുന്നതാണ് രാജഗോപുരം. ഈ ഗോപുരം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രവേശന കവാടമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ഈ ഭാഗത്തുകൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കടക്കുന്നത്. ഏകദേശം 25,000 ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ ഗോപുരത്തിനകത്തുകൂടി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വലത് സൈഡിലായിട്ട് കാണുന്നത് 1000 കൽമണ്ഡപമാണ്. 1000 തൂണുകളോട് കൂടിയുള്ള ഒരു കൽമണ്ഡപം എന്നറിയപ്പെടുന്ന 1000 കൽമണ്ഡപമാണ് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. ഇതിന് ഇടത് സൈഡിലായിട്ട് ഒരു മുരുക ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ട കാഴ്ചയിൽ തന്നെ നമുക്ക് അരുണാചല മല നമുക്ക് അകത്തു നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വിസ്തീർണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ അണ്ണാമലയാർ എന്ന പേരിലും ദേവി ഉണ്ണാമുലയമ്മൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. മഹാസിദ്ധനായിട്ടുള്ള രമണ മഹർഷിയുടെ സമാധി സ്ഥലം നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കാണാൻ സാധിക്കും. പഞ്ചഭൂതങ്ങളിലെ അഗ്നിയുടെ സ്ഥാനമാണ് തിരുവണ്ണാമല ക്ഷേത്രത്തിനും ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുമുള്ളത്. സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത്. ഈ അഗ്നിലിംഗം എന്നറിയപ്പെടുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ 3-ാം സ്ഥാനമാണ് രാജഗോപുരം എന്നറിയപ്പെടുന്ന കിഴക്കേ ഗോപുരത്തിനുള്ളത്. അതിൽ 1-ാം സ്ഥാനം തമിഴ്നാട്ടിലെ തന്നെ ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിനും 2-ാമത് മുരുടേശ്വർ ഗോപുരത്തിനുമാണ് 2-ാം സ്ഥാനമുള്ളത്. ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും സാലുവ തുളുവ രാജവംശങ്ങളുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നവംബർ മാസത്തിനും ഡിസംബർ മാസത്തിനും ഇടയിലുള്ള കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം നടക്കുന്ന കാർത്തിക ദീപം ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി ആചരിക്കുന്നത്. അരുണാചല മലയ്ക്ക് മുകളിൽ പ്രകാശം പരത്തുന്ന ഈ ദീപം കാണാനായിട്ട് 3 ദശലക്ഷത്തോളം ആൾക്കാരാണ് എത്തുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന കൂവളമരം. ഈ കൂവളമരത്തിൽ വസിക്കുന്ന 2 പല്ലികൾ. ഈ പല്ലികളെ കാണാനായിട്ട് നല്ലൊരു ജനക്കൂട്ടം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ആലും അതുപോലെ തന്നെ കൂവളവും ചേർന്നതാണ് ഈ വൃക്ഷം. ഇതിനകത്ത് കാണുന്ന പല്ലികൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മുടെ മരത്തിൻ്റെ പുറന്തോടിന് അതേ സാമ്യം ഉള്ള രീതിയിലാണ് ഈ പല്ലികളെ കാണുന്നത്. ഇത് നമുക്ക് കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. 66 മീറ്ററാണ് ഈ ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിൻ്റെ ഉയരം വരുന്നത്. ഈ ക്ഷേത്രത്തിൽ തന്നെ മറ്റൊരു വൃക്ഷത്തിൽ കുട്ടികളുണ്ടാവാത്ത ആൾക്കാർ കുട്ടികളുണ്ടാകാൻ വേണ്ടി തൊട്ടിലുകൾ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിനിയേച്ചർ രൂപം ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 ഗോപുരത്തോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ 2 വലിയ കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. തമിഴ് ശില്പകലയുടെ പാരമ്പര്യം വിളിച്ചോതുന്നതാണ് ഇവിടുത്തെ ഓരോ കൊത്തുപണികളും. പാലാഴി മദനത്തിൻ്റെ രൂപം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് 1000 കൽ മണ്ഡപം. 1000-ഓളം തൂണുകൾ ചേർന്നതാണ് ഈ 1000 കൽ മണ്ഡപം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ശിവതാണ്ഡവത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളിലെയും ചിത്രങ്ങൾ നമുക്ക് ഈ മണ്ഡപത്തിനുള്ളിൽ കാണാൻ സാധിക്കും.
ആയിരങ്കൽ മണ്ഡപത്തിനകത്ത് കയറി കഴിഞ്ഞാൽ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണിത്. നമുക്ക് മനോഹരമായിട്ടുള്ള ശില്പകലകൾ കൊത്തിയ തൂണുകൾ, നമുക്ക് 1000-ഓളം തൂണുകൾ നമുക്ക് ഈ ഒരു മണ്ഡപത്തിനകത്ത് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതം ഭഗവാന് മുമ്പിൽ ഹോമിച്ചിട്ടുള്ള നിരവധി സിദ്ധന്മാരെയാണ്. സിദ്ധന്മാരെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ധാരാളം കാണാൻ സാധിക്കും. ഗിരിവലം എന്ന് പറയുന്നത് ഏകദേശം 14 കിലോമീറ്ററാണ് അരുണാചല മലയ്ക്ക് ചുറ്റുമുള്ള ദൂരം. നമ്മൾ നഗ്നപാതരായിട്ടാണ് ഈ മലയ്ക്ക് ചുറ്റും പോകേണ്ടത്. നമുക്കിത് പോകുന്ന സമയത്ത് ഏകദേശം നമ്മുടെ തിരുവണ്ണാമലയിൽ 8 ലിംഗങ്ങളാണുള്ളത്, 8 ലിംഗപ്രതിഷ്ഠകളാണുള്ളത്. അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞ ഭഗവാൻ അരുണാചല ക്ഷേത്രത്തിൽ അഗ്നിലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇന്ദ്രലിംഗം, ആ രീതിയിൽ നമ്മൾ ഓരോ ലിംഗങ്ങൾ പ്രദക്ഷിണം വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഗിരിവലം ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട ഒരു ആശ്രമമാണ് മഹാസിദ്ധയോഗിയായിട്ടുള്ള രമണ മഹർഷിയുടെ ആശ്രമം. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ആശ്രമമാണ് രമണ മഹർഷിയുടെ ആശ്രമം. അതേപോലെ നമ്മൾ ഗിരിവലം വെക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രധാന കാഴ്ചയാണ് ധാരാളം സിദ്ധയോഗികളുള്ള സമാധി നമുക്ക് ദക്ഷിണ വഴിയുടെ വശങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗിരിവലം വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് എത്തുന്നത് ഇന്ദ്രലിംഗത്തിന് മുമ്പാണ്. അഗ്നിലിംഗത്തിന് മുമ്പിൽ നിന്നാണ് നമ്മൾ ഗിരിവലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇന്ദ്രലിംഗത്തിൻ്റെ അവിടെ എത്തി. അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ യമലിംഗം കാണാൻ സാധിക്കും. അവിടുന്ന് കുറേ കൂടി പോയി കഴിഞ്ഞാൽ നിരുതിലിംഗം കഴിഞ്ഞാൽ വരുണലിംഗമാണുള്ളത്. വരുണലിംഗം കഴിഞ്ഞ് നമ്മൾ കുറേ കൂടി ദൂരം സഞ്ചരിച്ച് കഴിയുന്ന സമയത്ത് വായുലിംഗം കഴിഞ്ഞ് കുബേരലിംഗമാണുള്ളത്. കുബേരലിംഗം കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈശാനലിംഗം എത്തും. ഈശാനലിംഗത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ചെയ്ത് അഗ്നിലിംഗമായിട്ടുള്ള ഭഗവാന്റെ മുമ്പിലാണ് നമ്മൾ ഗിരിവലം പൂർത്തിയാക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു സിദ്ധസമാധികളെക്കുറിച്ച്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് സിദ്ധസമാധികൾ ധാരാളം കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഓരോ ലിംഗങ്ങൾ കണ്ട് തൊഴുതിട്ട് വേണം നമ്മൾ ഈ ഗിരിവലം പൂർത്തിയാക്കാനായിട്ടുള്ളത്. നമുക്ക് ഈ വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം സിദ്ധന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ധാരാളം ക്ഷേത്രങ്ങളും നമുക്ക് ഈ ഗിരിവലം ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും. 14 കിലോമീറ്ററാണ് നമ്മൾ ഈ ഗിരിവലത്തിൻ്റെ ദൂരം വരുന്നത്. ഇനി നമുക്ക് ഗിരിവലം ചെയ്യുമ്പോൾ കാണുന്ന ക്ഷേത്രങ്ങളുടെ കാഴ്ചകളൊന്ന് കണ്ടുപോകാം.
തിരുവണ്ണാമലയെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളും വളരെ ചുരുക്കി ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റും ലൈക്കും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.